ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പഴംപൊരി ആയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മിക്സിയുടെ ജാർ എടുക്കുക. ഇതിൻ്റെ പൊടികളൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ മൈദ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സ്പൂൺ വെച്ചിട്ടോ തവ വെച്ചിട്ടോ ഒക്കെ നമ്മൾ കലക്കുക അല്ലെങ്കിൽ ഇളക്കി അങ്ങനെയൊക്കെ യോജിപ്പിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ യോജിച്ച് കിട്ടത്തില്ല കേട്ടോ. ഇനി ചെയ്യേണ്ടത് മൈദപ്പൊടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ എടുക്കേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ആ കടലപ്പൊടി ഇല്ലേ, അതാണ്. നമ്മൾ ഏത് അളവിലാണ് മൈദപ്പൊടിയൊക്കെ അളന്നെടുക്കുന്നത് വെച്ചാൽ അതേ അളവിൽ തന്നെ വേണം കേട്ടോ ഈ കടലപ്പൊടി അളക്കാൻ. ഇനി ഒരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഏലക്കായ ഇട്ടോ. ഏലക്കായിൻ്റെ ആ തൊലിഭാഗം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കുരു മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കായിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതിയേ, നിർബന്ധമില്ല. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനൊരു 3 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചുള്ള അളവുകളൊക്കെ എടുത്ത് ഇടാട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാട്ടോ. ഇനി ഒരു കുഴിയുള്ള പാത്രമെടുത്ത് അതിലേക്ക് അരച്ച് വെച്ച നമ്മുടെ മൈദയും ഒക്കെ അരച്ച് വെച്ച നമ്മൾ ആ കൂട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതാ ഈ പരുവത്തിൽ ആവണം കേട്ടോ. നല്ല ടൈറ്റും ആവരുത്, എന്നാൽ നല്ല ലൂസും ഉണ്ടാവരുത്. അങ്ങനത്തെ ഒരു അടിച്ചെടുക്കണം കേട്ടോ. ഇനി 4 പഴം എടുത്ത് നേന്ത്രപ്പഴം എടുത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. നല്ല തൊലി കറുത്ത പഴം തന്നെ എടുക്കണേ, എന്നാലേ പഴംപൊരിക്ക് മധുരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പഴം കട്ട് ചെയ്യാം. നമുക്ക് നല്ല നേരിയ രീതിയിൽ കട്ട് ചെയ്യരുത്, ഞാൻ കാണിച്ചു തരാം. നല്ല നേരിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവുക. ഇതാ ഇങ്ങനെ മുറിഞ്ഞു പോരും. പിന്നെ നമ്മൾ അതിൽ മുക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്നും കൂടി അത് മുറിഞ്ഞ് ഉടഞ്ഞു പോവും. അപ്പം നല്ല നേരിയയിലാക്കാതെ നല്ല കട്ടിയിലും ആക്കാതെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പഴം കട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഇത് എണ്ണയിൽ മുക്കി പൊരിക്കാം. ഇനി നമുക്ക് ഒരു പാന് ഗ്യാസിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതോ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പം വെളിച്ചെണ്ണ അല്ല, ഞാൻ ഓയിലാണ്. എനിക്ക് സൺഫ്ലവറൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ വെളിച്ചെണ്ണ ഒക്കെ മുക്കി പൊരിക്കാൻ ടേസ്റ്റാണ്, പക്ഷേ നല്ല റേറ്റാണല്ലോ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണേ. ഇനി ഓയിൽ ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ ഓരോ പഴവും മുക്കി പൊരിക്കണം കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മുടെ മിക്സിയിൽ നമ്മൾ കടലപ്പൊടിയൊക്കെ ഇട്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ ചോറ് ഇടാൻ എന്നോട് വിട്ടു പോയിട്ടുണ്ട്. നമ്മൾ തലേ ദിവസത്തെ ചോറ് ഇട്ടിട്ട് വേണം അടിക്കാൻ, എങ്കിൽ മാത്രമേ അത് പൊങ്ങി വരുള്ളൂ. അപ്പം എന്നോട് വിട്ടു പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചോറും കൂടി അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ പഴം ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. പ്രത്യേകം പറയുന്നു, നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ചോറും കൂടി ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് എൻ്റെ പഴംപൊരി കറക്റ്റ് പൊങ്ങി വരാത്തത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.